നിപ്പ ആക്ച്വലി ഒരു സൂനോട്ടിക് ഡിസീസാണ്. സൂനോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ ആനിമൽസിൽ ഉണ്ടാകുന്ന രോഗമാണ്, മനുഷ്യരുടെ രോഗമല്ല. അതുണ്ടാകാനുള്ള കാരണം ഈ വവ്വാൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ നിപ്പയിൽ കോംപ്ലിക്കേഷൻസ് റേറ്റ് ഭയങ്കര അധികമാണ്. പക്ഷേ അതേ സമയത്ത് നിപ്പ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, കോഴിക്കോട്ടെ മെട്രോമെഡ് നാഷണൽ കാർഡിയക് സെൻ്ററിലെ ചീഫ് കാർഡിയോളജിസ്റ്റും മാനേജിംഗ് ഡയറക്ടറുമാണ്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടിൻ്റെ അടുത്ത് ഇപ്പോൾ പെട്ടെന്നൊരു നിപ്പ വൈറസിൻ്റെ ഒരു ഇൻസിഡൻസ്, ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായത് തീർച്ചയായിട്ടും ജനങ്ങളൊക്കെ ഒരു ആകാംക്ഷ ഭരിതരായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ്. ഇതിന് മുമ്പും 1-2 പ്രാവശ്യം കോഴിക്കോടും ഈ മലബാർ ഏരിയകളിലൊക്കെ ഇങ്ങനെ നിപ്പ ഇൻസിഡൻസ് ഉണ്ടായത് വീണ്ടും വരുന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആശങ്കയാണ്. എന്നാൽ ഈ നിപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിപ്പ ആക്ച്വലി ഒരു സൂനോട്ടിക് ഡിസീസാണ്. സൂനോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ ആനിമൽസിൽ ഉണ്ടാകുന്ന രോഗമാണ്, മനുഷ്യരുടെ രോഗമല്ല. പക്ഷെ ആക്സിഡൻ്റലി ചിലപ്പോൾ ഈ ആനിമൽസിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെയാണ് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ വളരെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ വവ്വാലിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ അതേപോലെ പന്നി, മറ്റ് മങ്കീസ്, ഇങ്ങനത്തെ ആനിമൽസിലും ഇത് കാണാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സ്പ്രെഡൊക്കെ മിക്കവാറും വവ്വാൽസിൽ നിന്ന് ആയിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വൈറസ് ആക്ച്വലി ഈ അനിമലിൽ നിന്നും ഒരു പക്ഷേ അതുണ്ടാകാനുള്ള കാരണം ഈ വവ്വാൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ, അതല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടമോ മറ്റ് സെക്രീഷൻസോ ആയ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ആ ഫ്രൂട്ട്സ് ആരെങ്കിലും തിന്നുകയോ മറ്റോ ചെയ്യുമ്പോഴാണ് ഇത് മനുഷ്യരിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു മനുഷ്യരിൽ ഇത് ഏതെങ്കിലും ഒരാളിൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡും വളരെ കോമൺ ആണ്. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആകാംക്ഷയും അതാണ്, ഏതെങ്കിലും ഒരു കേസ് ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ക്ലോസ് കോൺടാക്റ്റിൽ ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യതയാണ്. പിന്നെ ഈ നിപ്പ നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാരണം അതിൻ്റെ മോർട്ടാലിറ്റി ഹൈ ആണെന്നുള്ളത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മുടെ കോവിഡ് വന്നിട്ട് ഇൻസിഡൻസ് ഓഫ് മോർട്ടാലിറ്റി വളരെ കുറവാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കോവിഡ് പാൻഡമിക് വന്ന് ഒട്ടുമിക്ക ആളുകൾക്കും കോവിഡ് ഉണ്ടായി. പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് റേറ്റ് കമ്പയർ ടു ദ നമ്പർ ഓഫ് ഇൻസിഡൻസ് വളരെ കുറവാണ്. എന്നാൽ നിപ്പയിൽ കോംപ്ലിക്കേഷൻസ് റേറ്റ് ഭയങ്കര അധികമാണ്. പക്ഷേ അതേ സമയത്ത് നിപ്പ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ അത് കോവിഡിനെ പോലെ അത്ര ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യില്ല, അത്ര ഇൻഫെക്ഷ്യസ് അല്ല. നമ്മളൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ഈ നിപ്പ വൈറസ് ബാധിച്ച രോഗിയുടെ സെക്രീഷൻസോ മറ്റോ നമുക്ക് നമ്മുടെ മേൽ തട്ടുകയോ അല്ലെങ്കിൽ ശരീരത്തിലാകുകയോ എങ്ങനെയെങ്കിലും ശരീരത്തിലേക്ക് കടക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ. അല്ലാതെ കോവിഡ് പോലെ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ഈ നിപ്പ ഔട്ട് ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫീവറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. അതിനെ നമ്മളൊരു കോഷ്യസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഉണ്ടായ ആളുകളുടെ ചുറ്റുമുള്ള ആളുകൾ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എപ്പോഴും എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മാസ്ക് ധരിക്കുന്നതും, അതേപോലെ കൈ കഴുകുന്നതും, നമ്മൾ ഭക്ഷണമോ മറ്റോ കഴിക്കുന്നതിന് മുമ്പായിട്ട് കൈ കഴുകുന്നതും, പിന്നെ ആ പ്രദേശങ്ങളിലുള്ള ഈ ഫ്രൂട്ട്സ് പോലത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ സാധാരണ വൈറൽ പനി പോലെയാണ് വരിക. പക്ഷേ സാധാരണ വൈറൽ പനി എന്ന് വെച്ചാൽ 2-3 ദിവസം ആകുമ്പോഴേക്കും അതങ്ങനെ കുറഞ്ഞ് സെറ്റിലാവുകയാണ്. പക്ഷേ ഇത് കൂടി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. മാത്രമല്ല ഒരു ബ്രെയിൻ ഫീവറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ കഠിനമായ തലവേദന, നമ്മുടെ ഒരു ഓറിയൻറ്റേഷനിൽ അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഒരു ചിന്തയിൽ ഒരു വ്യത്യാസം വരിക, ആളുടെ ഒരു ഡിസോറിയൻറ്റേഷൻ വരിക എന്നുള്ളത്. പിന്നെ അത് വളരെ സീരിയസ് ആയി കഴിഞ്ഞാൽ അപസ്മാരം പോലത്തെ സിറ്റുവേഷനിലേക്ക് എത്തി വളരെ സീരിയസ് ആയി കോമയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണം നേരത്തെ തന്നെ കാണുകയാണെങ്കിൽ ഉടനെ ഐസൊലേറ്റ് ചെയ്ത് ഗവൺമെൻറ് ഇതിൽ നമ്മൾ അറിയിച്ച്, ആരോഗ്യ മേഖല നമ്മൾ അതിനെ അറിയിച്ച് പെട്ടെന്ന് പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ ആ രോഗിക്ക് നല്ല ചികിത്സ കൊടുക്കുവാനും അതേപോലെ ആ രോഗിയിൽ നിന്ന് മറ്റാളുകളിലേക്ക് അത് സ്പ്രെഡ് ആവാതിരിക്കാനും നമുക്ക് നോക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കുക. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഭയക്കേണ്ടതില്ല. അതേസമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധ നൽകുകയാണെങ്കിൽ നമുക്ക് ഈ പാൻഡമിക്കിനെയൊക്കെ വളരെ ഈ ഔട്ട് ബ്രേക്സിനെ നമുക്ക് ശരിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉപദേശമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.